നമസ്കാരം. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കുകയാണ്. അമേരിക്ക വിവിധ താരിഫുകൾ കൊണ്ട് കാനഡയെ ശ്വാസം മുട്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്കും പിന്നീട് ജപ്പാനിലേക്കും ഒക്കെ പോകുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർക്ക് കാർണി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനും സാധ്യതയുണ്ട്. മാർക്ക് കാർണിക്ക് മുമ്പ് കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാനഡയിൽ ഒരു ഖലിസ്ഥാൻ നേതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം പരസ്യമായി ആരോപണം പോലും ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കാനഡയിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും അന്ന് ജസ്റ്റിൻ ട്രൂഡോ നൽകിയിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട്, തിരഞ്ഞെടുപ്പിലെ വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം അന്ന് ചെയ്തത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം കാനഡയിൽ വലിയ തോതിലുള്ള സിഖ് സമൂഹം ജീവിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും മറ്റുമൊക്കെ തന്നെ ഒരുപാട് സിഖുകാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഈ ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം ചെയ്തത് എന്നാണ് അന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും വഷളാക്കുന്ന രീതിയിൽ, അതായത് എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കുന്ന തലങ്ങളിലേക്ക് പോലും അന്ന് ഈ ഒരു തർക്കം പോയിരുന്നു. അതേസമയം മാർക്ക് കാർണി കാനഡ പ്രധാനമന്ത്രിയായി എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ G7 ഉച്ചകോടിക്കിടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിൽ എല്ലാ മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുകയും നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ തന്നെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്ക് കാർണി ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയൊക്കെ തന്നെ ഗവർണർ പദവി വഹിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കാനഡയെ അമേരിക്ക ഇത്തരത്തിൽ ശ്വാസം മുട്ടിക്കുന്ന ഈ വ്യാപാര തന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രാജ്യത്തെ മോചിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇന്ത്യയൊക്കെ പോലെയുള്ള ഇന്ന് ലോകത്തെ ഏറ്റവും വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു രാജ്യവുമായി നല്ല ബന്ധം തന്നെ തനിക്ക് തുടരണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒപ്പം ഓസ്ട്രേലിയ, അതുപോലെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ തന്നെ നേരത്തെ ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ബന്ധം വഷളാക്കിയിരുന്ന രാജ്യങ്ങളുമൊക്കെ തന്നെ ആ ബന്ധം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധിയെപ്പോലും തള്ളിപ്പറയുന്ന രീതിയിലാണ് തൻ്റെ താരിഫുകളുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതൊന്നും തന്നെ തങ്ങളെ നിലവിൽ ദോഷകരമായി ബാധിക്കുകയില്ല എന്നാണ് മാർക്ക് കാർണി പറയുന്നത്. പക്ഷേ അമേരിക്കയിലേക്കുള്ള 75% കയറ്റുമതിയും നടക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ കാനഡയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പല പ്രസ്താവനകളും നടത്താറുള്ളത്. അദ്ദേഹം പറയുന്നത് കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി മാറണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ താരിഫുകളൊന്നും ഇല്ലാതെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി കഴിയാമെന്നും. മാത്രമല്ല, അദ്ദേഹം കാനഡയെക്കുറിച്ച് എപ്പോഴും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്താറുണ്ടായിരുന്നത്. മാർക്ക് കാർണിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് പരിഹാരം തേടി തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലും ഈ ജപ്പാനിലും ഓസ്ട്രേലിയയിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തുന്നത്. ഏതായാലും ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ വളരെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ വിരട്ടൽ പരിപാടിയൊന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നടപ്പാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആവശ്യങ്ങളൊന്നും തന്നെ ഇന്ത്യ ഇനിയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപ് പലതവണ ഫോൺ ചെയ്തിട്ടും നരേന്ദ്രമോദി വീണ്ടും ഫോൺ എടുക്കാതെ ഡൊണാൾഡ് ട്രംപിനെ താൻ ആരാണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കുകയും കൂടെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കാനഡയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശക്തനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ മോദിയുമായിട്ടുള്ളൊരു സൗഹൃദം തൻ്റെ രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നും അങ്ങനെ ഈ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളി, അമേരിക്ക ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ലോകത്തെ രാജ്യങ്ങളെയൊക്കെ തന്നെ അവരുടെ വ്യാപാര ബന്ധങ്ങളിന്മേൽ ഇത്രയും വലിയ ആഘാതം ഏൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണമെങ്കിൽ ഈ ഒരു സന്ദർശനത്തെ നമുക്ക് കരുതാം. ഏതായാലും ഒരുപാട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് കാനഡ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാനഡയിലെ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് കഴിഞ്ഞ വർഷം അവസാനം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ ആ ചർച്ചകളുടെ കൂടി ഒരു തുടർച്ച എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ മാർക്ക് കാർണി തന്നെ നേരിട്ട് വന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതും പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ പോകാനുള്ള വഴി വയ്ക്കുന്നതും എന്ന് വേണം കരുതാൻ. ഊർജ്ജം, AI, അതുപോലെ പ്രതിരോധ മേഖല, വ്യാപാര മേഖല തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലും
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ ഒരു ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇന്ത്യ ഇന്ന് ഒരു ആഗോള ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം ട്രംപിന് അറിയില്ലെങ്കിലും കാനഡ പ്രധാനമന്ത്രി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടി വ്യക്തമായ സൂചനയായിട്ട് വേണം ഈ ഒരു സന്ദർശനത്തെ കണക്കാക്കാൻ. ഏതായാലും ട്രംപിനെ തള്ളി മോദിയെ തന്നെ വിശ്വാസത്തിലെടുക്കാൻ തീരുമാനിച്ചുറച്ച് ഇറങ്ങിയിരിക്കുകയാണ് മാർക്ക് കാർണി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എന്തൊക്കെയാണ് ഭാവിയിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെയാണ്. അതല്ല ഡൊണാൾഡ് ട്രംപിനെ പോലെ സ്വന്തം കുടുംബത്തിൻ്റെ കച്ചവട താല്പര്യം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന നയതന്ത്ര രീതികളല്ല അദ്ദേഹത്തിൻ്റേത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.